കേരള തമിഴ്നാട് ബോർഡറിലുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഒരു ചെറിയ ട്രെക്കിങ്ങും ഫോറസ്റ്റ് സ്റ്റേയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു റക്സാക്ക് ആൻഡ് കോമ്പസ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മൂന്നാർ ഉടുമൽപേട്ട് റോഡിലുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഓഫീസിലാണ്. മറയൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗൈഡ് വരാൻ വേണ്ടിയിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുരുളിപ്പെട്ടി ലോഗ് ഹൗസിലെത്തും. അവിടെയാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. 2 ഫോറസ്റ്റ് ഗാർഡുമാരുണ്ടാവും നമ്മുടെ കൂടെ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ. ഈ ചേട്ടൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഒരാൾ കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുന്നതാണ് പറഞ്ഞത്. ചിന്നാർ ഫോറസ്റ്റ് കേരളത്തിലെ ബാക്കി ഫോറസ്റ്റുകളിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇവിടെ എല്ലാം നോക്കി മരുഭൂമിയിലുള്ളതുപോലെ കള്ളിച്ചെടികളുണ്ട്. അതുപോലെ ഈ ഫോറസ്റ്റ് അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നാറും മറയൂരും ഒക്കെ മഴനിഴൽ പ്രദേശങ്ങളാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മറുവശത്തായതുകൊണ്ട് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലുള്ള അത്ര മഴ ഇവിടെ കിട്ടാറില്ല. അതാണ് ഈ ഫോറസ്റ്റ് ഇത്ര ഡ്രൈ ആവാനുള്ള റീസൺ. കുറച്ച് നാളായിട്ട് ആരും അങ്ങനെ പോകാറില്ലാത്തതുകൊണ്ട് ഈ വഴിയൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ്. ഇതാണ് ചിന്നാർ റിവർ. കുറച്ചു ദൂരം കഴിയുമ്പോൾ ഇത് പാമ്പാർ നദിയിൽ ചെന്ന് ചേരും. കേരളത്തിലെ 44 നദികളിൽ 3 എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്നത്. അതിലൊന്നാണ് പാമ്പാർ. ഈ പുഴയാണ് കേരള തമിഴ്നാട് ബോർഡർ. പുഴയുടെ അപ്പുറം തമിഴ്നാടാണ്. അവിടെ ഒരു പശു കിടപ്പുണ്ട്. എന്തോ അപകടം പറ്റിയതാണെന്ന് തോന്നുന്നു. പ്രകാശ് ചേട്ടൻ പറയുന്ന പുലി പിടിച്ചതാണെന്നാണ്. കഴുത്തിൽ 2 പല്ല് പോലത്തെ മാർക്കുണ്ട്. പക്ഷെ ചോര അങ്ങനെ കാണാനില്ല. എന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി ഈ സംഭവം. പുള്ളി കുറച്ച് നേരം മുമ്പ് ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ പശു ഇവിടെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അറിഞ്ഞൂടെ എന്താ പറ്റിയെന്ന്. ആ പശുവിനെ കണ്ടതിന് ശേഷം എന്ത് ശബ്ദം കേട്ടാലും പുലിയാണ് എന്ന് തോന്നലാണ് നമുക്ക്. എന്തോ ഒരു ശബ്ദം കേട്ടു. അത് ചാമ്പൽ മലയണ്ണാനാണെന്ന് തോന്നുന്നു. നല്ല ദൂരെ ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും പിന്നെ ശ്രീലങ്കയിലുമാണ് ഈ ചാമ്പൽ മലയണ്ണാനെ കാണാറ്. സാധാരണ മലയണ്ണാനെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ലൈറ്റ് ആൻഡ് ഒരു ആഷ് കളറാണ് ഈ ചാമ്പൽ മലയണ്ണാന്. വെയിലായതുകൊണ്ട് റോഡിൽ നിന്ന് മാറി റിവർ സൈഡിലൂടെയാണ് നമ്മൾ മാക്സിമം പോകുന്നത്. ലോഗ് ഹൗസിൻ്റെ അവിടേക്ക് ജീപ്പ് പോകുന്ന പോലത്തെ ഒരു റോഡുണ്ട്. അവിടെ കുറച്ച് ഊരുകളെല്ലാം ഉണ്ട്. ആ ഊരിലെ ആൾക്കാരെല്ലാം ആ റോഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കിട്ടും കുറച്ച് ആ പുളിമച്ചൊടിയിലായിരിക്കും. ആ പുളിമച്ചൊടി ഇവിടെ ഇരുന്ന നെറ്റ് കിട്ടും. അതുകൊണ്ടല്ലേ കല്ല് കിടക്കും. കല്ല് വെച്ചിരിക്കുക. ഇവിടെ മാത്രമാണ് ഈ ഏരിയയിൽ നെറ്റ് കിട്ടുള്ളൂ എന്നാണ് പ്രകാശ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിരുന്നിട്ടാണ് ഫോൺ യൂസ് ചെയ്യണേ. നമ്മൾ ചുരുളിപ്പെട്ടി ലോഗ് ഹൗസിലെത്തി. ഇവിടാണ് നമ്മുടെ സ്റ്റേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കേതായാലും അകത്തൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ ഒരു ബാൽക്കണിയാണ്. അവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നോക്കി ചുറ്റും കരിങ്കല്ല് വെച്ച് മതിൽ കെട്ടിയേക്കാണ്. ആനയും വേറെ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അവർ അകത്ത് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. റൂമാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. ബാത്റൂം ഒന്ന് കയറി നോക്കാം. ബാത്റൂമും നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണ്. ബാൽക്കണി ഏതായാലും നല്ല രസമായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂവും കൊള്ളാം.
മുമ്പിലുള്ള മലയും പിന്നെ പുഴയൊക്കെയാണ് കാണുന്നത്. ചുരുളിപ്പെട്ടി ലോഗ് ഹൗസിലെ മെയിൻ ഹൈലൈറ്റ് ഈ തൊട്ട് മുന്നിൽ കൂടെ പോകുന്ന ഈ പുഴ തന്നെയാണ്. അധികം ആഴമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കാം. ഇവിടെ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട്, ഏഴുമലയൻ കോവിൽ. ഇന്ന് അവിടുത്തെ ഉത്സവമാണ്. അവിടെ പോയിട്ട് വരുന്ന കുറേ ആൾക്കാർ ഈ വഴിയാണ് വരുന്നത്. ഈ ആടുകളൊക്കെ തൊട്ടടുത്തുള്ള ഊരിലെയാണ്. ഇതാണ് രണ്ടാമത്തെ ഗാർഡ്, മണി എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ചേട്ടൻ വന്നപ്പോൾ തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങി. സ്റ്റേയും വെജിറ്റേറിയൻ ഫുഡുമാണ് ഇവിടുത്തെ പാക്കേജിൽ വരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിൽ നിന്ന് വാങ്ങിയിട്ട് വരണം. നേരം വെളുത്തു, നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടികൾ പെട്ടെന്ന് തുടങ്ങണം. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങി. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു ശബ്ദം ഒഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. തിരിച്ചെത്തിയിട്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. വെയിലാകുന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ചെറിയ ഈ കുഞ്ഞു ഈ പിഞ്ചില്ലേ, ഇത് അരിഞ്ഞിട്ട് നല്ല ചെറുത് പാവക്കായ് പോലെ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് നമ്മൾ കഴിക്കാം. നല്ലതായിട്ട് കഴുകി കഴിഞ്ഞിട്ട് വേവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തുവറ. ഇതാണ് കാട്ടു ചെറി. ഇതിപ്പോൾ പഴുത്തിട്ടില്ല. പഴുത്തത് ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് മണിച്ചേട്ടൻ പറഞ്ഞത്. ഇത് കാട്ടുമുരിങ്ങയാണ്. ഇത് കഴിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഇതേപോലെ കാടിനെ പറ്റിയും ഇവിടുത്തെ ഇവരുടെ ലൈഫിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ മണിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. പുള്ളിക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. തിരിച്ചിട്ടേ കാണിച്ചിട്ട് ഇവിടെ ഇഷ്ടം പോലെ മയിലുണ്ട്. ഇതേപോലെ കാട്ടിൽ നിന്ന് എന്ത് സാധനം കിട്ടിയാലും അത് നമ്മൾ എടുക്കാൻ പാടില്ല. അതുപോലെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് ചെടികളൊന്നും പറിച്ചുകൊണ്ട് പോരുത്. അതിനെന്താണോ ഓടിച്ചിട്ടുണ്ട് അതാ വെള്ളം ഒഴുകുന്ന മഴക്കാലത്ത് വെള്ളം ഒഴുകും. ഇതിലാണ് ആന എങ്ങനെയാണ് കിടന്നത്. കുറച്ച് നാൾ മുമ്പ് ഒരു ആന ഇവിടെ സുഖമില്ലാതെ കിടന്നിരുന്നു. അപ്പോൾ അത് ഇവിടെ വെച്ചാണ് മരിച്ചത്. അതിനെ കത്തിച്ച സ്പോട്ടാണിത്. അതാണ് കോടാന്നൊരു ആ കാണുന്ന ബിൽഡിങ്. അത് കാണുന്നു. ചുരുളിപ്പെട്ടി ലോഗ് ഹൗസിൻ്റെ ബുക്കിംഗ് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഗൂഗിളിൽ ചുരുളിപ്പെട്ടി ലോഗ് ഹൗസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാർ വൈൽഡ് ലൈഫിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ അതിനകത്തുനിന്നാണ് ബുക്കിംഗ് ചെയ്യേണ്ടത്. 2 പേർക്കുള്ള സ്റ്റേയും വെജിറ്റേറിയൻ ഫുഡും കൂടെ ചേർന്ന് 3500 രൂപയാണ് വരുന്നത്. അതേപോലെ ട്രക്കിങ്ങിൻ്റെയും ഗൈഡിൻ്റെയൊക്കെ ചാർജ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ചിന്നാറിലെ കോൺടാക്റ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ എത്തി. ഇനി ഇത് റോഡ് ക്രോസ് ചെയ്ത് അവിടെ വാച്ച് ടവറിലും കൂടെ പോകണം. അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണത്. ആണ് കനോപ്പി ബ്രിഡ്ജ്. കുരങ്ങന്മാർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. നല്ലൊരു ആശയമായിട്ട് തോന്നി. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മറ്റൊരാളെ കൂടെ കണ്ടു. ഒരു നക്ഷത്ര ആമയാണിത്. ചിന്നാറിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് നക്ഷത്ര ആമ. ധാരാളമായി വേട്ടയാടപ്പെടുന്നതുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റഡ് അനിമൽ കാറ്റഗറിയിൽ പെടുന്ന ജീവിയാണ് നക്ഷത്ര ആമ. ഫോറിനേഴ്സ് ഉൾപ്പെടെ ഒത്തിരി പേര് ഇവരെ കാണാനും ഇവരെ പറ്റി റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വാച്ച് ടവറാണ്. നമുക്കൊന്ന് മുകളിൽ കയറി നോക്കാം.
മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ്. ഈ ഫുൾ ചിന്നാർ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാറായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം. ബൈ ഫ്രം പ്രശാന്ത് ആൻഡ് അർച്ചന.